ഹായ് ഹലോ, വെൽക്കം ടു അവർ ചാനൽ സ്പൂൺസ് ആൻഡ് സ്റ്റോറീസ്. ഇന്ന് നമുക്ക് കൊടംപുളിയും തേങ്ങക്കൊത്തൊക്കെ ഇട്ട് വെക്കുന്ന നല്ലൊരു ചെമ്മീനുലർത്തായാലോ. ചെമ്മീനുലർത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് വലിയ ചെമ്മീനാണ്. ചെറിയ ചെമ്മീനാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. മൺചട്ടിയിലാണ് ചെമ്മീൻ ആദ്യം വേവിച്ചെടുക്കുന്നത്. ഇതിനു വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ആയ 2 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 8 അല്ലി വലിയ സൈസ് വെളുത്തുള്ളി, 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഒരു പിടി കനം കുറഞ്ഞരിഞ്ഞ തേങ്ങാക്കൊത്ത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. 2 വലിയ കൊടംപുളി കഷ്ണം ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചെമ്മീനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ നിന്ന് പകുതി സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പകുതി ഇഞ്ചി, പകുതി വെളുത്തുള്ളി, എടുത്ത് വച്ചിരിക്കുന്ന 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കറിവേപ്പില, അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത്. 3/4 തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ചെമ്മീൻ വേകുമ്പോൾ അതിൻ്റെ ഫ്ലേവർ തേങ്ങാക്കൊത്തിൽ നല്ലപോലെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കൊടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ വേകാൻ വേണ്ട ആവശ്യത്തിന് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചട്ടി അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ്സ് എങ്കിലും വേവിക്കാൻ വയ്ക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ചെമ്മീൻ്റെ വേവ് അനുസരിച്ച് വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ വെന്ത് വരുന്ന സമയത്ത് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴേക്കും കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴേക്കും ബാക്കിയുള്ള തേങ്ങാക്കൊത്തിട്ടൊന്ന് വഴറ്റി അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ചെമ്മീൻ വേകാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ വെന്ത് നല്ല പാകത്തിന് വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഏകദേശം 2 മിനിറ്റോളം നല്ലപോലെ മിക്സ് ചെയ്ത് ഉലർത്തിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ ഉലർത്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലുള്ള തേങ്ങാക്കൊത്ത് വരെ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തൊന്ന് അഭിപ്രായം പറയണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.